നമസ്കാരം. ഇന്നിവിടെ വായിക്കുവാൻ പോകുന്ന കഥയുടെ പേര് പച്ചിലകൾ ചിരിക്കുമ്പോൾ. ഒരു മിനിക്കഥ കൂടിയാണ്, സ്വന്തമായി എഴുതിയ കഥയും. ദേ അപ്പനോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഡൈ ചെയ്യണില്ലേ പിന്നെ ആ കുന്തം എടുത്ത് ദൂരെ കളയാൻ. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം അറിയോ പിള്ളേരെടുത്ത് കളിച്ച് ചുമര് മുഴുവൻ തേച്ച് വയ്ക്കുന്നത്. മരുമകൾ ലിസമ്മ പുറത്ത് മടലും പൊളിച്ചു നിന്ന മാർക്കോസ് മാപ്പിളയോട് പല്ലു ഞെരിച്ചു പറഞ്ഞു. മാർക്കോസ് പല്ലിളിച്ച് ജാള്യതയോടെ ഒരു ചിരി ചിരിച്ചു. ലിസമ്മയുടെ ദേഷ്യം അടങ്ങിയില്ല. കൂട്ടത്തിൽ അവൾ കുറച്ചുകൂടി പറഞ്ഞു തീർത്തു. മുറിയിൽ വെക്കേണ്ട സാധനം ഹോളിൽ ഷോക്കേസിലിരിക്കുക, ഒരു അലങ്കാര വസ്തു പോലെ. അപ്പനോട് ആ പല്ല് രാത്രി കിടക്കാൻ നേരം വെള്ളത്തിലിട്ട് വെച്ച ആ ചെപ്പ് കയ്യും കാലും വെച്ച് നടക്കോ? വായ വെക്കണില്ലേ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കാശ് കളഞ്ഞ് പല്ലാശുപത്രി പോയി അത് വെപ്പിച്ചേ? എടി മോളെ, അതപ്പൻ്റെ വായിൽ മേലാമണ്ണ ഇരിക്കുന്നില്ലേടി. അളവൊന്നും ശരിയല്ല, ഏച്ചും മുഴച്ചും. നിന്നോട് എത്ര നാളായി പറയണേ? അവനോടൊന്ന് പറഞ്ഞ അപ്പനെ ആശുപത്രി കൊണ്ടുപോയി പല്ലൊന്നും ശരിയാക്കാൻ. ഇറച്ചി ഒന്നും കടിക്കാൻ പറ്റണില്ലേടിയെ. മൂണ കാട്ടി മാർക്കോസ് പറഞ്ഞു. അപ്പൻ എന്നാത്തിൻ്റെ കേടാ? ആ സെറ്റ് പല്ലിനെ തന്നെ രൂപ എത്രയാ എണ്ണിക്കൊടുത്ത് അറിയോ? ഇനി അതിലിട്ട് പണിത് എൻ്റെ നയാ പൈസ ഇല്ലപ്പാ. അപ്പനെ കൊണ്ട് അക്കട പോലെ ചവച്ചാൽ മതി, ഇവിടെ ആർക്കും നിർബന്ധമില്ല. അകത്തുനിന്നും ലിസമ്മയുടെ വാക്കിൻ്റെ വാൾത്തുമ്പിൽ തൂങ്ങി ജോജുകുട്ടി വന്ന് കയർത്തു. വായടച്ചു മാർക്കോസ് വാടിയ മുഖവുമായി അകത്തേക്ക് കയറിപ്പോയി. നാശം! ഓരോ വർഷം കൂടുന്തോറും അപ്പൻ ഒരു കുഴപ്പവും വരണില്ല. വളർത്തല്ലാണ്ട് ദൈവം തളർത്തണില്ല. അപ്പൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയി. കഴിഞ്ഞ മാസമായിരുന്നു വറീതപ്പനും, അങ്ങേരും പോയി. ഇവിടെ മാത്രം ഒരു കുഴപ്പവും ഇല്ല. അതെങ്ങനാ? വയസ്സാകും തോറും ചെറുപ്പമാകാനുള്ള കോപ്രായങ്ങളല്ലേ കാട്ടണ? മാർക്കോസ് മുറിയിലേക്ക് ചെന്ന് ചിരിച്ചു നിന്ന അന്നമ്മയുടെ ഫോട്ടോയിൽ നോക്കി ചോദിച്ചു. അന്നമ്മോ, നീ നേരത്തെ പോയത് നന്നായി. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി അവസാനം ഒരു പന്ത് പോലെ മൂലയ്ക്ക് കിടക്കേണ്ടി വന്നേനെ. വയസ്സാകുമ്പോൾ നമ്മളെയൊക്കെ വേണ്ടാണ്ടാവും അല്ലേടി. തോർത്തുമുണ്ടുകൊണ്ട് കണ്ണു നനച്ചു മാർക്കോസ് വിതുമ്പി. തൊണ്ട വരളുന്ന മാർക്കോസ് അടുക്കളയിൽ പോയപ്പോഴാണ് അടുക്കളയിലെ ലിസമ്മയും ഇളയ മകൾ സിസിലിക്കുട്ടിയും കൂടി കാട്ടാറുള്ള അടുക്കള രഹസ്യം മാർക്കോസിൻ്റെ ചെവിയിൽ വീണത്. അപ്പന് പ്രായമായില്ലേ? ഇത്തിരി പഴകിയ കല്ലും മണ്ണും പുഴുവുള്ള റേഷൻ അരിയായാലും സാരില്ല. കുറേ നാളായി അതോടെ ഇരിക്കണേ. കുറേയൊക്കെ കോഴിക്ക് കൊടുത്ത്. നമുക്കതൊന്നും പറ്റൂല. വേറെ ചോറ് തന്നെ വേവിച്ചെടുക്കണം. അപ്പനാകുമ്പോൾ പല്ലും കണ്ണില്ലാത്തതുകൊണ്ട് കല്ലും പുഴുവൊന്നും അറിയില്ല. ലിസമ്മയുടെ 2 വെപ്പിൻ്റെ അടുക്കള രഹസ്യം കേട്ട് മാർക്കോസിൻ്റെ തൊണ്ടയിലെ വരൾച്ച ഇരട്ടിച്ചേ ഉള്ളൂ. വെള്ളം ചോദിക്കാൻ നിൽക്കാതെ തളർന്നു മടങ്ങിയ മാർക്കോസിൻ്റെ കയ്യിൽ കൊച്ചുമോൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പാപ്പൻ എന്തിനാ കരയണേ? തൊണ്ട ഇടറിയിട്ട് മാർക്കോസിൻ്റെ വായിൽ നിന്നും ഒന്നും പുറത്തേക്ക് വന്നില്ല. 2 വാക്ക് മോൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അയാൾ പറഞ്ഞു. പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും. പിള്ളേര് വളരണ കാര്യം ചിന്തയില്ല എന്നും പറഞ്ഞ് അന്നമ്മയോട് ബാക്കി പരാതി പോയി പറഞ്ഞു. അടുക്കളയിൽ പോയി മോള് അപ്പാപ്പൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചോദിച്ചത് കേട്ട സിസിലിക്കുട്ടിയും ലിസമ്മയും പരസ്പരം അന്തം വിട്ടു നിന്നു.